എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു റീഡിംഗ് നോക്കാം. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഇതൊരു കളക്റ്റീവായിട്ടുള്ള ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിങ്ങുമാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ കളക്റ്റീവ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോകേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഈ വീഡിയോസ് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് തുടങ്ങാം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥനയോടെ വീഡിയോ കാണുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Universe, please guide me. Universe, please guide me. എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവരോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് കാണിച്ചു തരൂ യൂണിവേഴ്സ്. Five of Pentacles, Queen of Pentacles, Nine of Swords, Seven of Pentacles, the Hermit, Knight of Swords, the Hierophant, Knight of Cups, Ten of Wands, Death, Page of Pentacles, the World. And bottom of the deck was Nine of Pentacles. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളിൽ നിന്നൊരു ഡിസ്റ്റൻസ് എടുത്ത് കുറച്ച് നിങ്ങളിൽ നിന്നൊരു അകൽച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാണ് ആ ഒരാളുടെ ഫുൾഫിൽമെൻറ്റ്. പക്ഷേ എന്താണ്, നിങ്ങളിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ് കാണിക്കുന്നത്. ആള് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള, വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം ഫേസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ്
അതുപോലെ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം അദ്ദേഹത്തിന് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരണം, നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ വരണം എന്ന ആഗ്രഹമുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സും ഈ നൈറ്റ് ഓഫ് കപ്സും എല്ലാം കാണിക്കുന്നത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം. നിങ്ങൾക്കൊരു വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങളിലേക്ക് തരണമെന്ന് തന്നെയാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് അതിൽ തടഞ്ഞു നിർത്തുന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം വന്ന് ഉറക്കം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടത്തോടെ നോക്കിയിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ പോയപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ച ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നതും അത് തന്നെയാണ്. ആളുടെ ചുറ്റുമുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ മുഴുകി ആളുടെ ഒരു, അതായത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ ആൾക്ക് നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങളെപ്പോഴും അവിടെ അവൈലബിൾ ആണ്, പക്ഷെ നിങ്ങളെ കാണാൻ കഴിയും. പക്ഷെ ആൾക്ക് കഴിയുന്നില്ല, എന്തൊക്കെയോ സിറ്റുവേഷൻസ് കാരണം ആൾക്കതിന് കഴിയുന്നില്ല. അതുപോലെ നിങ്ങൾ വളരെയധികം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് കൊടുത്തിരുന്ന, നിങ്ങളുടെ ഈ വ്യക്തിക്ക് വളരെയധികം സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് ഇമോഷണൽ ആയാലും ഫിനാൻഷ്യൽ ആയാലും നിങ്ങൾ കൊടുക്കുന്ന ലവിൻ്റെ കാര്യത്തിലായാലും എല്ലാം നിങ്ങൾ വളരെയധികം ഒരു മദർ എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങളില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവരുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റി അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ ഇവർക്ക് എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങളെ തിരികെ നേടണമെന്നും ആഗ്രഹമുണ്ട്. അതിന് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും. ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എത്രയും വേഗം തന്നെ അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നത് ഒരു ഹെർമിറ്റ് എനർജിയിലാണ്, ഒറ്റയ്ക്ക്. ആൾക്ക് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഒരു വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നുള്ളൂ. അപ്പം അത്തരം ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരിക എന്നുള്ളത് അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹമാണ്, അവർക്ക് വളരെ തീവ്രമായ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സും നൈറ്റ് ഓഫ് കപ്സും ഒക്കെ നിങ്ങളോടുള്ള ആ തീവ്രമായ പ്രണയം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഹെർഫൻ്റ് എനർജി കാണിക്കുന്നതും അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, വളരെയധികം ബിലീഫുകൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു റിലീജിയസ് ബിലീഫുകളുടെയൊക്കെ ഇടയിൽ പെട്ടുപോയി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ലൈഫിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം, നിങ്ങളുമായിട്ടുള്ള മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം അത് അതേപോലെ തന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പം ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നതും അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം എൻഡായി ഈ ഒരു ആ വ്യക്തിയുടെ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴുള്ള ഈ റീസെൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹേർട്ടിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാം മാറി ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ വന്ന് ഇപ്പോഴുള്ള നിലവിലുള്ള സിറ്റുവേഷൻ എൻഡായി പുതിയ ഒരു ബിഗിനിങ്ങിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു പുതിയ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത, ഒരു ന്യൂസ്, നിങ്ങളോടുള്ള ആ ഒരു പേഴ്സൻ്റെ തീവ്രമായ പ്രണയം, തീവ്രമായ സ്നേഹം നിങ്ങളോട് വന്ന് എക്സ്പ്രസ് ചെയ്ത് കാണണമെന്ന്
ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ്. ആ വ്യക്തിക്ക് നിങ്ങളിൽ കവിഞ്ഞ ഒരു ഫുൾഫിൽമെന്റ് മറ്റെവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതായത് ഈ ഒരു കംപ്ലീറ്റ്നെസ്, ചിലര് നമ്മളങ്ങനെയല്ലേ, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുമല്ലോ. അതായത് അല്ലെങ്കിൽ ചില ആൾക്കാർ നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്ന് നമ്മുടെ കൂടെ നിന്ന് എന്ത് ചെയ്തു തന്നാലും നമ്മൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും എത്ര പേര് വന്നു പോയാലും അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ന് പറയുന്ന ഒരാളാണ് ആളുടെ കംപ്ലീറ്റ്നെസ്, അല്ലെങ്കിൽ ആളുടെ ഒരു ജീവിതത്തിലെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അതാണ് വേൾഡ് കാർഡ് കാണിക്കുന്നത്. അപ്പം ഈ ഉള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ബ്ലോക്കേജസിനെയും മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് തിരികെ നിങ്ങൾക്ക് ഒരു 9 ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയിൽ കൊണ്ടുവരണമെന്ന്. 9 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെ ഒരു ക്വീൻ മാതിരി അല്ലെങ്കിൽ ഒരു ക്വീനിനെ പോലെ കാണണം. അതാണ് ആളുടെ ആഗ്രഹം. ഇവിടെ ഈ ക്വീൻ 9 ഓഫ് പെൻഡക്കിൾസിൽ ക്വീൻ നോക്കിയാൽ മനസ്സിലാകും, വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാം ഉണ്ട്. ഒരു ഗ്രേപ്സ്, ഒരുപാട് പെൻഡക്കിൾസ്, ഒരു കിളി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അബൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ കൊണ്ടുവരണം. നിങ്ങളെ ഈ ഒരു ക്വീൻ മാതിരി, ക്വീനിനെ പോലെ കാണണം എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് എല്ലാത്തിനും ഓരോ സമയം ഉണ്ടാവും. ഇപ്പം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ പോലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം അല്ലേ. നിങ്ങൾക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ഈ ഒരു ബ്രേക്കിനെ അല്ലെങ്കിൽ ഈ ഒരു സ്പേസിനെ, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്പേസിനെ കാണാൻ ശ്രമിക്കുക. കാരണം ഈ വ്യക്തിക്ക് നിങ്ങൾ എന്ന ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊന്നിലും ആള് സാറ്റിസ്ഫൈഡ് ആകില്ല. നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം ഈ ഒരു വ്യക്തി തീർച്ചയായും നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കണമെന്നും തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമയം കൊടുക്കുക. ഈ ഒരാൾക്ക് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളെ വിട്ടുപോയ അതേ സിറ്റുവേഷനിൽ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ തന്നെയായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പം അതിനു പകരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതൊരു കാര്യമായാലും അതിനെ റിയലൈസ് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന മിസ്റ്റേക്കുകളെ മനസ്സിലാക്കി തിരിച്ച് വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് ഫോർഗീവ്നെസ് കൊടുത്ത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അപ്പോഴാണ് ഈ ഒരു റിലേഷൻ ഈ ഒരു വേൾഡിൻ്റെ എനർജിയിലേക്ക് എത്തുകയുള്ളൂ. ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് ഈ ഒരു റിലേഷൻ എത്തത്തുള്ളൂ. അപ്പം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാം ഡിവൈനിന് സമർപ്പിച്ച്, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിക്ക് സമർപ്പിച്ച് എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ്ലി സറണ്ടർ ആയിട്ട് നിങ്ങളുടെ സെൽഫ് ലവ്, ഇവിടെ ഹെർമിറ്റ് കാർഡിലൂടെ പറയുന്നത് അതാണ്. നിങ്ങളിലേക്ക് തന്നെ നോക്കുക, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുക, നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുക, അതിനെ വീണ്ടും വീണ്ടും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ഒരു നല്ല പേഴ്സണായിട്ട് ആ ആളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ വരുന്ന വ്യക്തിയും നിങ്ങളുടെ അതേ വൈബ്രേഷന് ഈക്വലായിട്ട് ആ വ്യക്തിക്കും ചേഞ്ചുകൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു റിലേഷനിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുക. അതാണ് ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും റീഡിങ്ങിൽ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ സന്തോഷവും
സമാധാനവും ഉണ്ടാകട്ടെ. ഡിവൈൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.